എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ അമ്മയെന്ന് എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇതുവരെ കൈയും കാലും ഇല്ലാത്തവർ ജീവിക്കാൻ വയ്യാന്ന് തൂങ്ങി വരിക്കുക. ഞാൻ പറഞ്ഞിട്ട് അവരെ അടിച്ചു കൊല്ലണമെന്ന് പറയാം. ഇന്നത്തെ കാലത്ത് 15 വയസ്സിൽ കല്യാണം കഴിച്ചാലേ പോലീസ് പിടിക്കും. നമസ്കാരം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഒന്നടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് കുറച്ച് അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ എഴുത്തോലയാണിത്. അതായത് പണ്ട് കാലങ്ങളിൽ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഈ എഴുത്തോലയിലായിരുന്നു. ഇന്നത്തെ പോലെ ബുക്കുകളോ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഈ എഴുത്തോലയിൽ ആശാൻ എഴുതി കൊടുക്കും. ഇത് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. മണ്ണിൽ എഴുതിയൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ 2024 ഇത്തരത്തിൽ എഴുത്തോല ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആശാനുണ്ട്. ഇനി പത്തനംതിട്ട ജില്ലയിലാണ് പ്രക്കാനം എന്ന സ്ഥലത്ത് ഞെട്ടഞ്ചിറയിൽ റെജി മണ്ണിൽ എന്ന ചേട്ടനാണ്. 54 വയസ്സുണ്ട്. അദ്ദേഹം ഇപ്പോഴും കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത് എഴുത്തോല വെച്ചിട്ടാണ്. ഈ എഴുത്തോലയിൽ അദ്ദേഹം എഴുതി കൊടുത്ത് കുട്ടികൾക്ക് വീട്ടിൽ കൊടുത്തു വിടും. പിന്നെ കുട്ടികൾ അവിടെ ഇരുന്ന് എഴുതി പഠിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നല്ല വൃത്തിയായി മലയാളം പഠിക്കുന്നു പല കുട്ടികളും. എന്തായാലും റെജി ചേട്ടനെ കാണുവാനായിട്ടാണ് ഞങ്ങൾ എത്തിയത്. റെജി ചേട്ടന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചേട്ടന് പോളിയോ ബാധിച്ച് അദ്ദേഹത്തിന് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്തായാലും അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെയാണ്. നമുക്കെന്തായാലും റെജി ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. റെജി ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സത്യം പറയല്ലേ, ഞാൻ ഒന്ന് ഇവിടെ ഇരിക്കാം. ഇത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഓല കാണുന്നത്. അപ്പം ഞാൻ ആദ്യം കരുതിയതേ ഇത് കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ പടക്കമൊക്കെ എങ്ങനെ ഇരിക്കും അതേപോലെ ഞാൻ ആദ്യം വിചാരിച്ചത് പടക്കം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഓല എന്തോ ആണെന്നാണ്. പക്ഷെ പിന്നീട് എന്നെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് എഴുത്തോലയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിത് കൗതുകം തോന്നി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് റെജി ചേട്ടൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ എഴുത്തോലയിലാണെന്ന്. ഇത് എങ്ങനെയാണ് ഈ എഴുത്തോല ചേട്ടൻ പഠിച്ചെടുത്തത്? അത് നമ്മൾ സ്വയമേ പരിശ്രമിച്ച് എടുത്ത. ഞാൻ അക്ഷരം മാത്രം എന്നെ പഠിപ്പിച്ചു. ഒരാശാട്ടി പഠിപ്പിച്ചു. അത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ആശാട്ടിയായിരുന്നു പഠിപ്പിച്ചത്. അപ്പോൾ അവർ മരിക്കുമരം വിളിക്കുമായിരുന്നു, നമുക്ക് ഉപദേശങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ അവർ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിക്കാൻ സമയമായപ്പോൾ അവർ ഗുണദോഷം പറഞ്ഞു. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ചെവി കൊള്ളല്ലേ. പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് നല്ലതിനെ തിരഞ്ഞെടുത്ത് പക്ഷേ അഴുക്കിനെ അങ്ങ് കളഞ്ഞേക്കണം. ആ പറഞ്ഞതിനകത്ത് നല്ലത് കാണും, ചിലപ്പോൾ തീയത് കാണും. അത് നമ്മൾ നല്ലത് തിരഞ്ഞെടുത്തും വെച്ച് അങ്ങ് തീയതം കളഞ്ഞേക്കണം, നല്ലതിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് നമുക്ക് വേദന വരുന്ന സമയങ്ങളിൽ നമുക്ക് അതുകൊണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെ 33 വർഷം പിള്ളേരെ പഠിപ്പിച്ചു. ആ തരണം ചെയ്താണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത്. എത്ര കുട്ടികളുണ്ട് പഠിക്കാൻ? എനിക്ക് പിന്നെ ആദ്യം ഒരു 40 പിള്ളേരുണ്ടായിരുന്നു. 2 ബാച്ചായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെ നഴ്സറി അംഗൻവാടിയും ഒക്കെ വന്നാൽ പിന്നെ 10 പിള്ളേരെ ഈ വർഷം ഉണ്ടായിരുന്നു. 10 പിള്ളേരുണ്ടായിരുന്നു. അത് 8ാം ക്ലാസ് വരെ, 7ാം ക്ലാസ്, 4ാം ക്ലാസ്, 3ാം ക്ലാസ് ഒക്കെ വായ്പായ പിള്ളേർ വരുന്നുണ്ട്. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഇത് പഠിക്കാൻ വരുന്നുണ്ടോ? അക്ഷരം പഠിക്കാൻ വരുന്നുണ്ട്. കുട്ടികൾക്ക് അക്ഷരം അറിയത്തില്ല. അതാണ് അവരുടെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ LKG UKG വിടുന്ന കുട്ടികളായിരിക്കും അല്ലേ കൂടുതൽ? അതെ, LKG നമ്മുടെ മണോരം തന്നെ പഠിക്കുന്ന കുട്ടി അറിയായിരുന്നു. അവരുടെ അച്ഛനെ മലയാള അക്ഷരം ക്രമമായിട്ട് പഠിപ്പിച്ചു. സാറ് ഒന്നങ്ങ് തിരിച്ചു മറിച്ചാൻ കിട്ടുമായപ്പോൾ 100 അക്ഷരം കിട്ടിയെന്ന് പറഞ്ഞു. 1 മാർക്ക്. പിന്നെ കൊച്ചു കരഞ്ഞു. പിന്നെ എന്നെ തിരക്കി വന്നു. അതിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചു. എനിക്ക് 20 കിട്ടി മലയാളത്തിന് എന്ന് പറയും. ചില പിള്ളേരങ്ങനെ വിളിക്കാറുണ്ട്. ഇത് എഴുത്തോല ഇന്നത്തെ കാലത്ത് ഈ ഓലയൊക്കെ കിട്ടാറുണ്ട്. ഈ നല്ല ഓല വേണമെങ്കിൽ 3 രൂപ കൊടുക്കണം, 4 രൂപ കൊടുക്കണം. നമ്മുടെ ഇപ്പോൾ പത്തനംതിട്ടയിൽ ചേട്ടൻ മാത്രമേ ആയിരിക്കത്തുള്ളല്ലോ ഇത് എഴുതുന്നത്? അതേ കാണത്തുള്ളത്. എനിക്കിപ്പോൾ 2 വർഷം മുമ്പ് നമ്മുടെ കോവിഡ് വരുന്ന മുമ്പേ നമ്മുടെ ഇലവന്തട്ട 30 ഓല വന്നു. പിന്നെ അക്ഷരം എഴുതിക്കുന്നവർക്ക് കൊടുക്കാൻ അത് ഒരു ദിവസം കൂടെ എഴുതി കൊടുത്തു. ഇതിന് പ്രത്യേക ഓലയാണോ? അതെങ്ങനെയാണിത്? ഇത് നമ്മുടെ എഴുത്തോല, പനോല, നമ്മുടെ തേങ്ങ ഉണ്ടാകുന്ന പനോല. പണ്ട് നമ്മൾ ബിസ്രി ഉണ്ടാക്കത്തില്ലായിരുന്നു. ആ ഓല തന്നെ. ഈ ഓല എടുത്തിട്ട് എന്ത് ചെയ്തിട്ടാണ് ഈ രീതിയിലാക്കുന്നത്? ഈ ഓല ഞാൻ എഴുതിയും വെച്ച് നമ്മൾ പണ്ട് ഈ കമ്മൂസിൻ്റെ ഇലയിട്ടായിരുന്നു ഇത് തൂക്കുന്നത്. ഇപ്പം വീട്ടുകാർ ചെയ്യത്തില്ല. പിന്നെ നമ്മളിപ്പം
ഞാൻ അതിനകത്ത് പണി ചെയ്യും. സ്കെച്ച് പേന വെച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് വരയ്ക്കും. അതായത് നാരായം വെച്ചിട്ട് എഴുതും. എഴുതി വെച്ച് സ്കെച്ച് പേന വെച്ച് ഇത് മണ്ടയ്ക്ക് എഴുതും. പണ്ട് നമ്മൾ ഈ കമ്പൂസ്റ്റിൻ്റെ പറിച്ചിട്ട് അതിന് തൂക്കുന്നേ, തെളിച്ചം കിട്ടാൻ. അത് വീട്ടുകാർ ഇപ്പം ചെയ്ത് കൊടുക്കത്തില്ല. ഇപ്പം വീട്ടുകാർ ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എൻ്റെ കൂടെ ഇതും ഇങ്ങനെ വരച്ച് കൊടുക്കും. പിറ്റേ ദിവസം നമുക്ക് പിന്നെ പണിയല്ലേ, ഒരു ദിവസം 10-12 ഓല കാണും എഴുതാനേ കാണും. ഓരോ ഓലയിൽ എത്ര അക്ഷരം എഴുതും? ഒരു ഓല 4 അക്ഷരം 6 അക്ഷരം ഒക്കെ എഴുതും. സാധാരണ ഈ ഓല 4 അക്ഷരം വെച്ച് എഴുതിയിട്ടുള്ളൂ. ഈ 4 അക്ഷരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരിക? ഇത് പിന്നെ കാ തൊട്ട് കാം വരെ ഒരു ദിവസം പഠിപ്പിക്കും. ഒരു ദിവസം പഠിപ്പിച്ച് അത് നമ്മൾ ഇടയിട്ടാണ് പഠിപ്പിക്കുക. നമ്മൾ കാ കീ കീ കാം വരെ അത് ഓരോ ഓല, അത് ഓരോ ഓലയുടെ ഒരു വരി. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഇത് കേട്ടെടുത്ത് പോലെ ചോദിക്കും. ഇപ്പം ഒരു കുട്ടി അക്ഷരം എല്ലാം പഠിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിട്ട് ചോദിക്കും. ചിലപ്പം കീറോ വായിക്കാൻ ഇടയ്ക്കും ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് തിട്ടമായില്ലെങ്കിൽ അക്ഷരം എഴുതാൻ പറ്റില്ല. നമ്മൾ പള്ളക്കുടി പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഇടയിട്ട് കീറി കഴിഞ്ഞിട്ട് കെ എന്ന് പറയണം. അത് കെ എഴുതി കാണിക്കണം, പറഞ്ഞാൽ പോരാ. സ്ട്രൈറ്റിനകത്ത് എഴുതി കാണിക്കണം, പെട്ടെന്ന് എഴുതി കാണിക്കണം. നമ്മൾ കീറോ എന്ന് പറയുമ്പോൾ കീറോ എഴുതി കാണിക്കണം. എന്നാൽ നമ്മൾ അടുത്ത പാഠം കാ കഴിഞ്ഞ് ഇക്കാ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പിള്ളേർ ഇത്രയും കറക്റ്റായി പഠിച്ചു വരുന്നത്. കാ കാ കീ കീ കൂ കൂ കിറ് കേ കൗ കം കാ അല്ലേ? ഞാൻ പറയാം കറക്റ്റ്. കാ കാ കീ കീ കീറോ കേ കേ കൈ കോ കോ കൗ കം കാ. എന്നിട്ട് സത്യം പറഞ്ഞാലേ നമ്മൾ ഇതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. ഈ ഓലയ്ക്കകത്തൊക്കെ എഴുതിയേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അക്ഷരം പഠിച്ച സമയത്തൊന്നും ഇതൊന്നും ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല. ഇതുപോലെ ദുബായ് വരെ പോയിട്ടുണ്ട്. ആര് കൊണ്ടുപോയി? ഒരാൾ കണ്ടു, അത് കുടിച്ചോ കൗതുകം കൊണ്ട് അവിടെ കൊണ്ട് കാണിക്കാൻ. നോക്കിയേ, ngā ngā ngī ngī ngū ngū ngിറ് ngേ ngൈ ngൗ ngം ngം ഗ. തീർച്ചയായിട്ടും ഇത് നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല, നമ്മൾ പിള്ളേർ ജയമായിരിക്കണം, അതിനു വേണ്ടിയാണ്. പിള്ളേർ മനസ്സിൻ്റെ ഒരു തൃപ്തി. നമ്മളത് ആ പിള്ളേർ പിടിച്ച് തൃപ്തിയാകണം. അവരത് പറയും 1000 മേടിക്കണം, 600 മേടിക്കണം. ഞാൻ പറയാനൊന്നും വേണ്ട, പറ്റുന്നത് അറിവ് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ. ഗുരു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ പലരും ചോദിക്കാം, ഗു എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് അർത്ഥം പറ. ഗു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഗു കഴിയുമ്പോൾ ആദ്യമായിട്ട് ഗു എന്ന് എഴുതി കഴിയുമ്പോൾ അതെന്തോ ആവും. എന്താണ് ഗു? എന്തുവാന്ന് ഗു? ആ, അത് പലരും ഞാൻ ഒരു അധ്യാപകൻ എന്നെ ആയിരുന്നത്, അവർ കറങ്ങിപ്പോയി. ഞാനും കറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഗു എന്ന് പറഞ്ഞാൽ? ഇരുട്ട്. രു എന്ന് പറഞ്ഞാൽ വെളിച്ചം പകർന്നു കൊടുക്കുക. ഇരുട്ടിയിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് ഗുരു. ഗുരുവിൻ്റെ അർത്ഥം അതാണ്. അതിൻ്റെ വാട്സപ്പിൽ നോക്കി അത് കാണാം. പലരും ചോദിക്കുക, ഇതെന്തിനാണ് നിങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടേക്കുന്നത്? ഗുരു എന്നുള്ളത് 2 അക്ഷരമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോ വിവരം പോലെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും ആ ബൈബിളിനകത്ത് ഗുരു എന്ന് തന്നെ പറയുന്നത് വെളിച്ചം പോരുന്നുണ്ട്. നമ്മളെന്നാൽ കുട്ടിയെ ഇരുട്ടിയിരിക്കുന്നവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുകയാണ്. ഇപ്പോൾ മാഷിനെ കൊണ്ടായാലും നമുക്ക് വെളിച്ചം പകർന്നു തരാനേ നമുക്ക് കഴിയും. മാഷിന് ഒത്തിരി സംസാരിച്ച് കഴിയുമ്പോൾ ഒത്തിരി നമുക്ക് കിട്ടണം. നമ്മളെ ഗുരു പറഞ്ഞ് അവരോട് തിരിഞ്ഞ് പറയല്ലേ, ദേഷ്യപ്പെടല്ലേ ഇത് പറയുന്നത്. അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴേ നമുക്കും ഒത്തിരി കിട്ടും, മാഷിനും ഒത്തിരി കിട്ടും. അങ്ങനെയൊക്കെയാണ് ചേട്ടൻ ഇത് ചെയ്യുന്നത്. നാരായം വെച്ചിട്ടാണ് എഴുതുന്നത് അല്ലേ? നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് വലിയ ക്ഷമയാണ്. പല ഓരോന്ന് പറയാറുണ്ട്, ഈ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് ഈ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഈ കാല് വയ്യാതെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. ഒരു എൻ്റെ കൊച്ചിന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. പല മാതാപിതാക്കളും സ്വന്തം വീട്ടിലെ കുട്ടികളെ അടക്കി നിർത്താൻ പെടുന്ന പാട് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല. അത് അക്ഷരം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി എഴുതിയൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പല അച്ഛനമ്മമാരും വീട്ടിലെ കുട്ടികളെ അടക്കി നിർത്താൻ പെടുന്ന പാട് പലപ്പോഴും നമ്മൾ അവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുന്നതാണ്. എങ്ങനെ സാധിക്കുന്നു? അതിൻ്റെ ഇടയിൽ പിള്ളേർ വെറി കളിച്ച പിള്ളേരുണ്ട്, അടിക്കാറുണ്ട്. ചിലർ ഈ കാലിൻ്റെ ഇവിടെയൊക്കെ അടി കിട്ടുന്നത്. ചേട്ടനടിക്കും? ഞാനടിക്കും. നല്ല ചൂരലിരിപ്പുണ്ട്, കട്ടൻ വീടി ഇപ്പോഴും ഇരിപ്പുണ്ട്. പറഞ്ഞാൽ കേൾക്കാതെ അടിക്കും. ആരും ചോദിക്കുക എന്താണ് നമ്മളെ ഈ പറയാൻ വയ്യാത്ത പാഴൊക്കെ ചിലപ്പോൾ പിള്ളേർ ചെന്ന് ഇങ്ങോട്ടേക്ക് പറയും. നമ്മളെ കേട്ട ഭാവമൊന്നും കാണിക്കത്തില്ല, മോനായിട്ടിരുന്നോളാം പറയും. ഞാൻ പഠിപ്പിക്കുവാണ്, എനിക്കൊന്നും കേൾക്കണ്ട. എത്ര വയസ്സ് മുതലുള്ള കുട്ടികളാണ് പഠിപ്പിക്കുന്നത്? ഞാൻ 3.5 വയസ്സുള്ള കുട്ടികളെ പഠിപ്പിക്കും. 3.5 വയസ്സുള്ള പഠിപ്പിക്കുക ഞാൻ നേരത്തെ പഠിപ്പിച്ചു. ഇപ്പം അംഗൻവാടിയൊക്കെ വന്നാൽ പിന്നെ പിന്നെ 1 വയസ്സ്
1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ ഒക്കെ പോയിട്ട് പിള്ളേർ. ഇതിപ്പം ചേട്ടൻ ഇപ്പോൾ ഓലയിൽ എഴുതുന്നു, ഈ ഹരിശ്രീ ഗണപതയാണ് ആദ്യം എഴുതുന്നത് അല്ലേ? ഹരിശ്രീ എഴുതുന്നത്. അപ്പോൾ കുട്ടിയെ എഴുതിപ്പിക്കുന്നത് എങ്ങനെയാണ്? പേന കൊണ്ടാണോ പെൻസിൽ കൊണ്ടാണോ അതോ മണ്ണിലാണോ എങ്ങനെയാണ്? സ്ലേറ്റ്, ഇപ്പം സ്ലേറ്റാണ്. നമ്മുടെ അംഗൻവാടിക്കാരൊരു പ്രശ്നം പറഞ്ഞു ഈ പിള്ളേർക്ക് ക്യാൻസർ വരുമെന്ന്. എങ്ങനെ ക്യാൻസർ വരുമെന്ന്? ഈ കൈൻ്റെ മണ്ണിനകത്ത് എഴുതിയാൽ. അതെന്ത് സംഭവം? അത് ഞാൻ ചോദിച്ചത് എന്ത് സംഭവം, മെഡിക്കൽ തെളിയിച്ചിട്ടുണ്ടോ? ഇപ്പം മെഡിക്കൽ പറയുന്ന പിള്ളേരെ ബ്രെയിൻ നമ്മുടെ ഈ ചൂർണ്ണുകളിലുമായിട്ട് ബ്രെയിനുമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പോൾ അവരത് പെട്ടെന്ന് പഠിക്കുന്ന ഈ ബ്രെയിനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ചൂടുകളിലുമായിട്ട് വേണം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ അക്യുപ്രഷറിലൊക്കെ പോയിന്റുകൾ പറയും നമ്മുടെ ഈ വിരലിലൊക്കെ, അപ്പോൾ അതുപോലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയാം, ഒരു കുഞ്ഞ് കുരുട്ടിയെ വന്നു, സോ അവൻ എല്ലാ പണിയും ചെയ്യും, പക്ഷേ എഴുതത്തില്ല. ഞാൻ മെഡിക്കൽ വീട്ടുകാർ ചോദിച്ചാൽ മെഡിക്കൽ പറഞ്ഞു ഈ വിരലുമായിട്ടുള്ള ബന്ധം ഈ തലച്ചോറേ ഇല്ലെന്ന് പറഞ്ഞു. അവൻ വിസ് വന്നതാണ്. അപ്പം എല്ലാ പണിയും ചെയ്യും. അല്ല അപ്പം ഈ എന്തുകൊണ്ട് ഈ ക്യാൻസർ വരുമെന്ന് ഈ പറയുന്നത്? അത് അവർക്കറിയാം, നമുക്കറിയത്തില്ല. നമ്മളതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗുരു പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നത് ശ്രദ്ധിക്കണ്ടേ, നമ്മൾക്ക് ഉള്ള കാര്യം നമ്മളെ കളഞ്ഞ്. ഞാനൊക്കെ മണ്ണിലെഴുതി പഠിച്ച ആളാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കളരിയിലാണ് ഞാൻ പോയത്. ഞാനും മണ്ണിലാണ് എഴുതി പഠിച്ചത്. എനിക്ക് ക്യാൻസർ ഒന്നും അന്നത്തെ കാലത്ത് വന്നിട്ടൊന്നുമില്ല. അന്നത്തെ നല്ല മണ്ണിൽ ഇരുന്ന്, അതായത് ഒരു തിണ്ണയുണ്ട്, ആ തിണ്ണയിൽ ഇരുത്തി നല്ല വൃത്തിയായിട്ട് മണ്ണിൽ ഹരിശ്രീ ഗണപതായ, അതായത് അമ്പലത്തിൽ പോയിട്ട് ആദ്യം എഴുത്തിനിരുത്തുന്നു, അതിനുശേഷം പിന്നെ ഈ കളരിയിലേക്ക് വരികയാണ്. അത് ആശാമ്പള്ളിക്കൂടം എന്നാണ് എൻ്റെ നാട്ടിൽ പറഞ്ഞത്. ഞാൻ കരുനാഗപ്പള്ളിക്കാരനാണ്, തഴവ എന്ന ഗ്രാമത്തിലാണ്. ആശാമ്പള്ളിക്കൂടം എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് മണ്ണിൽ എഴുതി പഠിപ്പിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇത് ആരാണോ ഇത്തരത്തിലുള്ള അസംബന്ധമൊക്കെ പറയുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ കൈക്ക് അത് തഴമ്പ എഴുതിയല്ലേ? ഞാൻ പറയും നമുക്ക് നിങ്ങളിഷ്ടം. ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്ലേറ്റും പെൻസിലും കൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചു. അപ്പം ഈ ഹാൻഡ് റൈറ്റിംഗ് നന്നാവുമോ? എന്താണ്? പിള്ളേർ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാവും. അങ്ങനെ കാര്യമാണ്. പിള്ളേർ നമ്മൾ ക്ഷമയോടെ പഠിപ്പിക്കുക. നമ്മളെ എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ഷമയാണ് നമ്മൾ കുട്ടിയുടെ പോയി കാണിക്കേണ്ടത്. എന്താ വെച്ചാൽ കുട്ടി എന്തോ കാണിച്ചു, എന്ത് പറഞ്ഞു നമ്മൾ പഠിപ്പിക്കുക എന്നത് മോശം. നമ്മുടെ പണി എന്ത്, ഞാൻ ആദ്യം പറഞ്ഞില്ല, ഗുരു എന്ന് പറഞ്ഞാൽ വിളിച്ച മരുവാണ്. അവർക്ക് ചീരട്ടിയിരിക്കുന്നത് വിളിച്ച് മറന്ന് കൊടുക്കുകയാണ്. അതാണ് നമ്മൾ. അത് വാൽമീകി നമ്മുടെ മഹാഭാരത രാമായണം എഴുതി, അത് കഴിഞ്ഞ ദിവസം വാൽമീകി എഴുതിയ വാൽമീകി ആയി. അത് നമ്മൾ ചിന്തിക്കാം, വാൽമീകി എങ്ങനെ വാൽമീകിയായി എന്നാണ്. നീ ക്രിസ്ത്യാനിയായി എങ്ങനെ നിനക്ക് ഇത് മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വായിക്കണം. എനിക്ക് ഈ വായിച്ചുള്ള ഇതാണ് അത്. ഞാൻ ഒത്തിരി നല്ല ന്യൂസുകൾ കാണാറുണ്ട്. വേറെ അങ്ങനെ മുസ്ലിമായി വേറെ അതോ പരിപാടിയൊന്നും കാണാറില്ല. ഇപ്പോൾ ഈ അക്ഷരം പഠിപ്പിക്കുന്നു, അക്ഷരത്തിൻ്റെ കൂടെ പിന്നെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഞാൻ പിന്നെ സ്വയമേ ഫാൻ്റെ പണി പഠിച്ചു, കുറച്ച് ആരെങ്കിലും കൊണ്ടുവന്നാൽ ചെയ്യും. എല്ലാ പണിയും കുറേ അറിയാവുന്ന ഞാൻ പറയത്തില്ല, ചെയ്താൽ തന്നാൽ ചെയ്തു തരാം. എല്ലാ പണിയും അറിയാം, എല്ലാ പണിയും ചെയ്യാം. അപ്പോൾ ഈ നാരായം വെച്ചിട്ട് ചേട്ടൻ എഴുതുന്നു, ഈ കുട്ടികളെ ഇത് നാരായം വെച്ച് എഴുതിപ്പിക്കാറുണ്ടോ? എഴുതാൻ പറ്റത്തില്ലല്ലോ. മറ്റേ മാഷൊന്നും എഴുതി കാണിക്കാൻ പോയി ഒരാണി വെച്ച് ഞാൻ എഴുതി കാണിക്കാം. ഒരു ടാസ്ക് ചലഞ്ച് എടുക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനില്ല. കാരണം എനിക്ക് പണ്ടെന്തോ ഞാനിങ്ങനെ എഴുതി നോക്കിയിട്ടുണ്ട്. അത് ഈ മറ്റേ കൊട്ടയൊക്കെ വരിയുന്നുണ്ടല്ലോ, അതിനെന്താ പറഞ്ഞത്? ചാക്കുസൂചി. അതിനെന്തോ ഒരു സാധനം പറയുമല്ലോ, ചാക്കുസൂചി, കൊട്ടസൂചി. അപ്പം ഈ കൊട്ടസൂചി വെച്ചിട്ട് ഞാൻ എഴുതാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ട് വീട്ടിലെന്തോ ഒരു ഓല കിടന്നപ്പം എന്തോ തോന്നിയിട്ട് എഴുതിയ, പക്ഷെ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു പരിപരിപ്പ് ഉണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ? ആദ്യം ചേട്ടനെ കൊണ്ട് നമുക്കൊന്ന് എഴുതിപ്പിച്ച് നോക്കാം, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം, എന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഇങ്ങനെ പിടിച്ചാണ് ഇപ്പോൾ എഴുതുന്നത്, അത് കൊണ്ട് എഴുതാൻ പറ്റും. പണ്ട് ഇങ്ങനല്ലേ പിടിക്കുന്നത്? പണ്ട് ഇങ്ങനെയാണ് പഠിക്കുന്നത്. ഇപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കിയാൽ എഴുതി നോക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഇപ്പോൾ എന്താ ചെയ്യാൻ പോകും? ഇതിപ്പം ഇത് തോർത്ത് കെട്ടാൻ പോവാം. ഓല വെട്ടണം, ഓല തോർക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാ തോർക്കുന്നത്. ഓല തോർക്കുന്നത് വാക്ക് മാറിയിട്ടില്ല എൻ്റെ? ഇല്ലല്ല, അതിന് മത്തിത്തല കെട്ടുവാന്ന് പറയും പണ്ട്. ഇത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു പടക്കം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. എളുപ്പമാണ്. മഴക്കാലം ഉണക്കാലം വന്ന് ഇത് മുറിഞ്ഞു പോകും, കുതുക്കണം, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെ കെട്ടിയിട്ട് തിരിച്ച് ഇങ്ങനെ പോകും. ഇങ്ങനെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മുടെ എഴുത്തോലെ അങ്ങനെ കെട്ടുന്നേ, തുമ്പ് കെട്ടും, അല്ലെങ്കിൽ കയറിപ്പോത്തില്ലേ.
എന്നിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് മുറിച്ച് കളയും. വേണമായിരുന്നോ? എന്നിട്ട് ഇതങ്ങ് മാറും. പണ്ട് തൊട്ട് ഈ ഓലയുടെ പണ്ട് രാജാക്കന്മാരുള്ള കാലം തൊട്ടേ ഓലയുടെ വെളുമ്പ് മാറുമല്ലോ. അത് നമ്മൾ ഈർക്കിൽ ചെയ്യുന്ന പോലെയാണോ? ഇത് കീറിപ്പോവും കേട്ടോ. ഇത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെ നേരെ കീറി ഇങ്ങനെ എടുക്കും. ഇത് നല്ല ലെവലായിട്ട് തന്നെ ചെയ്യണം അല്ലേ? അതിങ്ങനെ വരും ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കീറിയെടുക്കും. എന്നിട്ട് ഇപ്പം ഈ പോലെ നോക്കും എത്ര നീളം വേണം. ഇന്ത്യ വിശാഖനൊക്കെ എന്ത് ചെയ്യും? പുള്ളിക്ക് ഞാനങ്ങ് എഴുതി കൊടുക്കാം. ഇതേ കൂടെ അവിടെ വെച്ചാൽ എഴുതി കൊടുക്കാം. നീളം നോക്കിയിട്ട് ഇതിൻ്റെ ഓളം ഒരോളം 2.5 അടിയാണ്. അത്രയൊന്നും കിട്ടത്തില്ല ഇപ്പം. എന്നിട്ട് ഇവിടെ വെച്ചാൽ ഇത് വാങ്ങാൻ കിട്ടുന്നില്ല. ഇത് ആരും ഇത് ഉപയോഗിക്കുന്നത്? എല്ലാം ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഇത് തത്തയ്ക്ക് വരുമ്പോൾ കാര്യം പറയുമ്പോൾ വരയിൽ കൊടുക്കും. നാക്കിൻ്റെ ഇത് അതെ അതെ അതെ. ഇത് പിന്നെ പാ നെയ്യാൻ വയ്യ. നമ്മുടെ പായില്ലേ, മീൻകാരി കൊടുത്ത പായില്ലേ, അത് ഈ ഓല. അത് പണ്ട് നാട്ടിൽ പോയിട്ട് ആൺകൈതയുടെ ഓല വെച്ചിട്ട് നമ്മൾ പാ ഉണ്ടാക്കുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എഴുത്തിലേക്ക് പോവാം എങ്ങനെയാണെന്ന്. കുട്ടികളെല്ലാവരും താഴെ? എല്ലാം താഴെ. ഗുരുവിനും ആരും മേളിൽ കയറി ഇരിക്കത്തില്ല, വീട്ടാൻ സമ്മതിക്കത്തുമില്ല. ഒത്തിരി ദിവസമായി എടുത്തിട്ട് എൻ്റെ ആണിയൊക്കെ. ഇത് ഞാൻ തരാം, എഴുതാവും. ഞാൻ എഴുതി നോക്കാം അല്ലയോ? കമോൺ കമോൺ നോക്കട്ടെ. എനിക്ക് മുറിയാൻ എഴുതാവും. എന്നെ ചാടിക്ക് പുള്ളിക്കാരൻ. ഇതിനകത്ത് എഴുതിയാൽ മതി അല്ലേ? തൽക്കാലം ഇതിനകത്ത് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പിടിച്ചെഴുതാം. ഇങ്ങനെ പിടിച്ചെഴുതാൻ ചലഞ്ച് ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകരെ. ഞാൻ എൻ്റെ പേര് അമ്മയെന്ന് എഴുതാം. അമ്മ എഴുതട്ടെ? ഞാനും എഴുതാം. അയ്യോ ടാസ്ക്, അയ്യോ കുഴിഞ്ഞു കുഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അമ്മയെന്ന് എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഞാൻ അമ്മയെന്ന് എഴുതുക. ആശാനെ, ആശാൻ നോക്കിക്കോ, ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഞാൻ അമ്മയെന്ന് എഴുതി ആശാനെ കാണിക്കും. ആശാൻ ഞെട്ടു, എടാ ഇവൻ എന്നാണ് ഇതൊക്കെ പഠിച്ചതെന്ന്. എൻ്റെ ആശാനെ കണ്ടോ കണ്ടോ കണ്ടോ, ഞാൻ അമ്മയെന്ന് എഴുതി. തെളിയണ്ടേ? ഇനി നമ്മൾ മഷി ഒഴിക്കണം, മഷി ഒഴിക്കണം. പിള്ളേരെല്ലാം വന്നാൽ മടി കയറ്റി ഇരുത്തി അവരെ ആമ്പോലിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ തുടങ്ങുന്ന. അമ്മച്ചിയുടെ പേരെന്തുവാ? എൻ്റെ പേര് ചിന്നമ്മ. അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു മകൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കാണുമ്പോൾ? മകന് പിളവാദം വന്ന് മകൻ ഈ കിടപ്പേ കിടക്കത്തുള്ളായിരുന്നു. ഇങ്ങനെ മലന്നൊരു കിടപ്പ് മാത്രം. അതിൽ നിന്ന് ദൈവം തമ്പുരാന് ഇത്രത്തോളം ആക്കി തന്നതിന് ദൈവത്തെ എത്ര വിളിച്ചാലും അത് വരത്തില്ല. അങ്ങനെ ഞാൻ പറയുക. പിന്നെ അത് കഴിഞ്ഞ് മരുന്നൊക്കെ ചെയ്ത് പിന്നെ ഇപ്പം അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമല്ലേ? ഒരുപാട് ഒരുപാട് ഒരുപാട്. എത്ര കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്? എത്ര കുടി അറിയാതെ പിള്ളേരെല്ലാം പഠിപ്പിച്ച പിള്ളേരെ, അച്ഛന്മാർ, തിരുമേനിമാർ, പിള്ളേർ, ഉദ്യോഗസ്ഥർ, ഇവിടങ്ങളിലുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് പോയ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു പോയത്. ഇപ്പം ഈ കുറവുകൾ പലർക്കും ഉണ്ടാവും. ആ കുറവിനനുസരിച്ച് അവർക്ക് ഒരുപാട് കൂടുതൽ കഴിവുകൾ കൂടി കൊടുക്കും. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ഈ പ്രകൃതിയിൽ നിന്നും കാണാൻ കഴിയുന്നത് അല്ലേ? അവനെ ഈ എന്നെയും ദൈവം തമ്പുരാന് ഈ നിലയിൽ ആക്കി തന്നതിന് ദൈവത്തെ എത്ര എത്ര ചേട്ടാ, അങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് അല്ലേ? പുള്ളിക്ക് ഉദ്ദേശമുണ്ടല്ലോ. ഞാനത് ചിന്തിക്കും. നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കാറേ ഇല്ല.
നമ്മൾ പറയും കൈയും കാലും ഇല്ലാത്തതോടെ ജീവിക്കാൻ വയ്യാന്ന് തൂങ്ങി മരിക്കുക. ഞാൻ പറഞ്ഞിട്ട് അവരെ അടിച്ചു കൊല്ലണമെന്ന് പറയുന്നത്. എന്താണ് കുറവ് അല്ലേ? അവർക്ക് ഒരു കുറവ് അധികം ഉണ്ട്. നിങ്ങളാണെങ്കിലും ഒരു നിരാശ വരുമ്പോൾ പറയാൻ കഴിയാത്തേക്കാം. ഞാനങ്ങനെ ചിന്തിക്കാറില്ല. ഇഷ്ടം ആയുസ് കൂട്ടി തരണമെന്ന് പറയുന്നത്. ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണും. അതെ അല്ലേ? അതെ. ഞാൻ കിളി മരത്തിൻ്റെ കൊമ്പൊടിയെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് അല്ലല്ലോ. ഓടിയും അടുത്ത മരത്തെ പോയിരിക്കും. ജീവിതവും അങ്ങനെ തന്നെ നോക്കി കാണും. അത്രയേ ഉള്ളൂ. അതെ. ഭാര്യ ഇപ്പം നമ്മളെ ഇട്ടിട്ട് പോയതും വിചാരിച്ച് നമ്മളിപ്പം വിഷമി തൂങ്ങി ചാവണം. ഇല്ല. അതൊരു കല്യാണം കഴിക്കണം. ഞാൻ പറയുക അങ്ങനെ ഒരു ദൈവത്തിനും ദൈവം തമ്പുരാൻ്റെ ഒരു കരുണ കൂടി ഉണ്ട് അവനിൽ. അതെ, അമ്മച്ചിയുടെ ഒരു വിശ്വാസം, അത് ഈ ചേട്ടൻ്റെ ആ ഒരു കഴിവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ പരിമിതികളൊക്കെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു നിലയിലെത്തി. കാരണം ഒന്നുമില്ല, എന്ത് പരിമിതിയെന്ന് എനിക്ക് ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെന്ത് വേണം അല്ലേ? നമ്മളെല്ലാം പണി ചെയ്യും, എല്ലാം സ്വയം പണി. എല്ലാ റിപ്പയറും നമ്മൾ തന്നെ. പണ്ടില്ലേ ആണി വരെ നമ്മളുണ്ടാക്കി. ഒരു കൊല്ലം കൊടുത്താൽ എത്ര രൂപ? 500 രൂപ മേടി. ഈ കാണുന്നത് മേളിൽ ഈ ഫാനൊക്കെ റിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. എന്ത് കാര്യം വേണമെങ്കിലും ഇവിടെ ചെയ്യും. അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കൊടുക്കാമെന്ന് പറയത്തില്ല, കൊടുത്താ നോക്കാം. നമ്മൾ ട്രൈ ശരിയാക്കി കൊടുക്കും. ശരിയാക്കി കൊടുക്കും. കാശ് വല്ലതും തരുമോ? അവർക്കൊന്നും പൈസ നോക്കത്തില്ല, എടുത്താൽ പോയിക്കാളം പറയേ. അവർ ചോദിക്കത്തില്ല. അവർ മനസ്സിലനുസരിച്ച് അതെ ചേട്ടാ, എനിക്കിനി അറിയേണ്ടതേ, അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞു. അപ്പം ഈ ഓല കുട്ടികൾക്ക് കൊടുത്തു വിടുന്നു. ഇത് കൃത്യമായിട്ട് ഇവർ നോക്കി പഠിക്കുന്നുണ്ട്. അല്ലേ ആദ്യം തൊട്ട് എഴുതിക്കുമ്പോൾ അവർ മനസ്സിലാവും പഠിക്കുന്നില്ലെന്ന്. ഈ മാതാപിതാക്കളൊക്കെ അപ്പം കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റത്തെ പറ്റി ചേട്ടനോട് പറയാറുണ്ടോ? വിളിക്കാറുണ്ട്. എന്താ പറയുന്നത്? നല്ല പഠിപ്പിക്കാൻ അക്ഷരം വായിക്കും. ഈ അക്ഷരം പഠിക്കുന്ന കൊച്ചു ബൈബിൾ കാര്യം വായിക്കും എന്ന് പറയും. അതായത് 3.5 വയസ്സിലൊരു കുട്ടിയെ ചേട്ടൻ്റെ കൈ കൊണ്ട് തന്നു കഴിഞ്ഞാൽ അക്ഷരമെല്ലാം എത്ര നാൾ കൊണ്ട് പഠിച്ചു തീർക്കും? നല്ലോണം പഠിക്കുന്നത് 9 മാസം മതി. 9 മാസം. അപ്പോൾ കൃത്യമായി പഠിച്ച് അതിന് ശേഷം പിന്നെ 1-ാം ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? 1-ാം ക്ലാസ്സിലേക്ക് പോകും. 1-ാം ക്ലാസ് വരെയുള്ള പഠിപ്പിച്ചു വിടും. 1, 2, 100 വരെ, പിന്നെ 199, 2, 4, 198, പിന്നെ 1, 3, പിന്നെ 5, 10, 20, പിന്നെ സങ്കല്പപ്പെട്ടി ഉണ്ടല്ലോ നമ്മൾ 1, 2, 2, 3 5 പടി സങ്കല്പപ്പെട്ടിയ. പിന്നെ അത് കുറയ്ക്കുക. 1-1 പോയ 0 ഇങ്ങനെ പഠിക്കും. അതും 10 വരെ പഠിപ്പിക്കും. മറ്റേതും 10 വരെ പഠിപ്പിക്കും. അപ്പോൾ അത് ജീവിക്കാനുള്ളത് 3.5 വയസ്സ്, അതായത് 4 വയസ്സിനുള്ളിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. നമ്മുടെ ബ്രെയിൻ 3.5 വയസ്സിലല്ലേ ഇതാവുന്നേ. ഡെവലപ്പ് ചെയ്യുന്നത്. 3.5 വയസ്സ് വരെ നമ്മുടെ ബ്രെയിൻ വളരുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് വഴി കൊടുക്കുമ്പോൾ പിള്ളേരാണ് ഓക്കെ. ഓട്ടോമാറ്റിക്കലി കുട്ടികൾക്ക് ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം കൂടും. പിള്ളേരോട് എന്നെ ചോദിക്കാറ് 100 ഇവരെ എങ്ങനെ പഠിപ്പിക്കുന്നത്? നിങ്ങളത് കാണാപ്പാടം പഠിപ്പിക്കും. 1-ാം ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ടീച്ചർ അന്തം വിട്ടിരിക്കും അല്ലേ? ചോദിച്ചത് ഇത് ആരെഴുതിയ എങ്ങനെ ഓല കൊണ്ടെന്ന് എന്നെ ഒന്ന് കാണിക്കണമെന്ന്. ഈ ഓല സാറ് പറഞ്ഞു ഈ ഓല കൊണ്ടെന്ന് എന്നെ ഒന്ന് കാണിക്കണമെന്ന്. കൊണ്ടുപോയി കാണിക്കാൻ പഠിപ്പിച്ചു സാർ. തിരിച്ചു തരത്തില്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന്. അല്ല, ഇതൊക്കെ അപൂർവമായിട്ടാണ്. നമ്മുടെ ഈ മാറുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഓലയിൽ എഴുതുന്ന ആളുകളൊന്നും ഇല്ല. പണ്ടൊക്കെയുള്ള ഈ ഓരോ പുരാണങ്ങളൊക്കെ എഴുതിയിരുന്നതൊക്കെ ഈ ഓലയിലൊക്കെ ആയിരുന്നു. പിന്നെ ജാതകമൊക്കെ എഴുതുന്നതൊക്കെ ഈ ഓലയിലായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാൻ പോലും ഇല്ല. പഴയ ഏതെങ്കിലും തറവാട്ടിലോ അല്ലെങ്കിൽ മ്യൂസിയത്തിലൊക്കെ കാണുമല്ലേ? ഇത് നശിച്ചു പോകുന്നില്ല. വേണോ നമുക്ക് എഴുതി തരാം. നമ്മളെ കൊണ്ടുവെക്കാൻ 20 ഓല എഴുതാൻ കൊണ്ടുപോകാം, എഴുതി തരാം. നിങ്ങളുടെ മെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടെത്തതാ. റേച്ചേട്ടൻ ഇവിടെ ഓലയിൽ എഴുതാവോന്ന് ചോദിച്ചു കേട്ടോ അമ്മച്ചി. ഓലയിൽ എഴുതാവോന്ന് എൻ്റെ ഒക്കെ ചോദിച്ചു. ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പം ഒന്ന് കാണട്ടെന്ന് പറഞ്ഞു. ഞാൻ നല്ല അടിപൊളിയായിട്ട് എഴുതി അമ്മയെന്ന്. ഞാൻ ആദ്യം എഴുതി അമ്മയെന്ന് കേട്ടോ. അതെ കണ്ടേ, ഞാനങ്ങനെ പഠിപ്പിക്കുന്നത്. ആദ്യം അമ്മയെന്നാണ് പഠിക്കുന്നത്. ഹരിശ്രീ കഴിഞ്ഞ് അമ്മ എന്നാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറേ അല്ലേ. അതൊക്കെ പോട്ടെ, അമ്മ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യും അമ്മ. 9-ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡിഗ്രി PG ഒക്കെയാണ് ഇപ്പോഴത്തെ നോക്കുമ്പോൾ അല്ലേ? 8-ാം ക്ലാസ് പഠിച്ചപ്പോൾ കെട്ടിച്ചു. എന്ത് പരിപാടിയാണ് വീട്ടുകാർ കാണിച്ചു? ശൈശവ വിവാഹമായിരുന്നോ? എത്ര വയസ്സായിരുന്നു കല്യാണം കഴിക്കുമ്പോൾ? 10-15 വയസ്സുണ്ടോ? പിന്നെ
ഇന്നത്തെ കാലത്ത് 15 വയസ്സിൽ കല്യാണം കഴിച്ചാലേ പോലീസ് പിടിക്കും. അത് നേരാ മോനെ. എത്ര മക്കളുണ്ടായിരുന്നു അന്നേരം? ഈ ഒരു 4 പേര്. 4 പേര്. 2 ആണും 2 പെണ്ണും. എങ്ങനെയായിരുന്നു കല്യാണം? എങ്ങനെ പ്രേമം ഉണ്ടായിരുന്നു പണ്ട്? ഞങ്ങൾക്ക് പ്രേമമൊന്നുമില്ലായിരുന്നു. പിന്നെ അപ്പച്ചനെ ആലോചിച്ച് കൊണ്ടുവന്ന് കല്യാണം നടത്തി. അമ്മച്ചിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ അപ്പച്ചനെ? പിന്നെ അന്ന് വീട്ടുകാർ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഒന്നുമില്ല, ഒന്നും. വീട്ടുകാർ പിടിച്ചങ്ങ് കെട്ടിക്കുക. 82 83 വയസ്സല്ലയോ ഇപ്പം ആ. അപ്പോൾ അതിന് മുമ്പുള്ള കാലം. അതായത് അന്നേരം ചോദിക്കത്തില്ല നിനക്ക് ഇഷ്ടമാണോ എന്നൊന്നും ചോദിക്കത്തില്ല. ഇല്ല ഇല്ല. അങ്ങ് കെട്ടിക്കോണോ? ഇപ്പം പിന്നെ അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിക്കും. അന്ന് പറയും കെട്ടിക്കോണം, കാണിച്ചു തരുന്ന ആളങ്ങ് കെട്ടണം അല്ലേ? കാണിച്ചു തരുന്ന ആളല്ല, വീട്ടില് അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ഇഷ്ടം. അതാ പറഞ്ഞ അപ്പച്ചനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മോളുടെ ഒക്കെ പറയും കെട്ടിക്കോളാം അല്ലേ? അപ്പം നമ്മൾ പോയിട്ട് തല കുനിച്ചു കൊടുക്കും. എന്ത് പരിപാടി അത്? നമ്മുടെ മനസ്സ് പോലും നോക്കാതെ ഈ കെട്ടിക്കുന്ന പരിപാടി അത്ര നല്ലതാണോ? നല്ലതാണ് അവരുടെ ഒക്കെ അഭിപ്രായം. അന്ന് നമ്മൾ ഈ മാതാപിതാക്കളുടെ ഇതെല്ലാം ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലേ? ഇന്നത്തെ കാലം പറയുന്നത് നമ്മൾ തീരുമാനിക്കാവുന്നു. അങ്ങനൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഇന്ന് ഈ പറയുന്ന പോലെ ഇന്നത്തെ കാലമാണ് ഒരു പണ്ടത്തെ കാലം പോലാണോ? ആണോ? ഒന്നുമല്ല. അവർ തന്നെ ചെന്ന് കണ്ടുപിടിച്ച് കല്യാണം. അടിയിടിയൊക്കെ ഉണ്ടാവുമായിരുന്നോ കല്യാണം കഴിച്ചതിന് ശേഷം? ഓ, ഞങ്ങളെ വഴക്കൊക്കെ ഉണ്ടാവും. അടിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞ അടിച്ചത്? എൻ്റെ പിള്ളേര് സമ്മതിക്കത്തില്ല അടിക്കാനോ? അല്ല എന്ത് പറഞ്ഞിട്ടാ അടിച്ചിട്ടുള്ളൂ? അങ്ങനെ പറയാനൊന്നുമില്ല. അവർക്ക് ദേഷ്യം വരും, അവരുടെ ഇഷ്ടക്കേട്. അങ്ങനെ വരുമ്പോ അടിക്കും. എവിടെ അടിക്കുന്നത്? മുഖത്താണോ അടിക്കുന്നത്? എൻ്റെ ആൺപിള്ളേർ വളർന്നൊക്കെ പിന്നെ തൊട്ടിട്ടില്ല. ആൺപിള്ളേർ ചാടി ഇടയിൽ വീഴും. ചാടി ഇടയിൽ വീഴും. നിങ്ങൾ തമ്മിൽ എവിടെയെങ്കിലൊക്കെ യാത്ര പോയിട്ടുണ്ടോ? പിന്നെ എവിടെ പോയി? പിള്ളേരുടെ അങ്ങൊക്കെ പോകും മോനെ. പിള്ളേരുടെ അങ്ങൊക്കെ പോകും. അതേ ഉള്ളൂ. ഉത്സവത്തിനൊക്കെ പൂരത്തിനൊക്കെ പോകുമായിരുന്നു. പള്ളിപ്പെരുന്നാളിനൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ പള്ളിപ്പെരുന്നാൾ ഞങ്ങൾ പള്ളിപ്പെരുന്നാളിന് പിന്നെ പോയിട്ടില്ലേ. ഞങ്ങളുടെ പോകുമ്പോൾ എന്തൊക്കെ മേടിച്ചു തരുമായിരുന്നു? എന്തൊക്കെ വാങ്ങിക്കാൻ നമ്മുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾ. എന്നാലും അവിടെ ചെല്ലുമ്പോൾ കമ്മല് വളയൊക്കെ മേടിച്ചു തരുമോ? നമ്മുടെ ആവശ്യങ്ങൾ. അമ്മച്ചിക്ക് കമ്മലും മാലയും വളയും ഒന്നും വേണ്ട. അല്ല ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ അമ്മച്ചിയല്ല, അന്ന് നിങ്ങൾ നല്ല ചെറുപ്പക്കാരല്ലേ, ഭാര്യയും ഭർത്താവും. അപ്പൊ ഭർത്താവ് ഇതൊക്കെ മേടിച്ചു തരുമായിരുന്നു? എല്ലാം വാങ്ങിച്ചു തരും. കമ്മലൊക്കെ മേടിച്ചു തരുമായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ട് പിന്നെ വാങ്ങിക്കണ്ടല്ലോ. കടലയൊക്കെ മേടിച്ചു തരുമായിരുന്നു? കടല, കപ്പലണ്ടി, അങ്ങനെയുള്ള ഒരു കെട്ടിയാനല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കെട്ടിയാനൊന്നും അല്ലായിരുന്നു. സത്യസന്ധമായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. സത്യമാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കെട്ടിയാനൊന്നും അല്ല. അപ്പോൾ റൈച്ചേട്ടൻ്റെ വിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്. റൈച്ചേട്ടൻ ഇങ്ങനെ അടിപൊളിയായിട്ട് പിള്ളേരെയൊക്കെ എപ്പോഴും നല്ല ഓലയിൽ എഴുതി പഠിപ്പിക്കുകയാണ്. ആ ഓല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൃത്യമായി എല്ലാ അക്ഷരങ്ങളും എഴുതി പഠിപ്പിക്കും, അക്കങ്ങളും ഒക്കെ പഠിപ്പിക്കും. അപ്പോൾ കുട്ടികളെ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പം അംഗനവാടിയിലും അല്ലെങ്കിൽ LKG ഒക്കെ പ്ലേ സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുമ്പോൾ കൃത്യമായി മലയാള അക്ഷരങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ആശാന്മാരുടെ അടുത്ത് കുട്ടികളെ വിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളുടെ കുട്ടികൾ മലയാളം സംസാരിക്കും, എഴുതും, പഠിക്കും. അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഉണ്ടാകുമെന്നാണ് റൈച്ചേട്ടൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ റൈച്ചേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ അല്ല റൈച്ചേട്ടനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒന്ന് ചേട്ടൻ്റെ നമ്പർ എന്ന് പറഞ്ഞേ. 99 61 22 48 68. ഒന്നുകൂടെ പറയാം. 99 61 22 48 68. ഓക്കെ. അപ്പം റൈച്ചേട്ടനെ കാണാം, വിളിക്കാം, സംസാരിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓലയൊക്കെ കിട്ടും. അപ്പോൾ ഈ ഓല എഴുതി നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നുവിടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് വലിയ പ്രതിഫലമൊന്നും വാങ്ങുന്ന ആളല്ല. നേരത്തെ നമ്മളോട് പറഞ്ഞതാണ്, പ്രതിഫലം ആഗ്രഹിച്ചല്ല കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ നിങ്ങൾ ഈ ഓലയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ചേട്ടൻ അത് എഴുതി നിങ്ങൾക്ക് തരും. അതിന് സമയവും കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം റൈച്ചേട്ടനെ വിളിക്കുക. അപ്പോൾ ഇത്ര നേരം ചേട്ടാ ഇതെല്ലാം കാണിച്ചു തന്നതിനൊക്കെ ഒരുപാട് സ്നേഹം, സന്തോഷം. കാണാം. അപ്പോൾ പത്തനംതിട്ടയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.